പേരൻസ് എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തും താഴത്തും വെക്കാതെയാണ് വളർത്തുന്നത്, ഇല്ലേ? എല്ലാവരും എന്ന് പറഞ്ഞാൽ 99.9% ആൾക്കാരും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവിനേക്കാളും കൂടുതൽ കൊടുത്താണ് വളർത്തുന്നത്. അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടിയ വിദ്യാഭ്യാസം എല്ലാം അവർ പറയുന്നിടത്ത് വിട്ട് പഠിപ്പിക്കും. വീടും പണയം വെച്ച് എല്ലാം പണയം വെച്ച് അങ്ങനെയെല്ലാം ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ചിലപ്പം 16 വയസ്സിലെ തുടങ്ങും കേട്ടോ, 18 വയസ്സ് കഴിഞ്ഞ് 18ന് ഒരു 25-28 വയസ്സിന്റെ ടൈം പീരീഡ് വന്നു കഴിയുമ്പോൾ ഈ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അപ്പൊ മുതിർന്ന കുട്ടികളൊക്കെ ഉള്ളവര് ഓർത്ത് നോക്കിയെന്നാൽ അറിയാം അവരെന്തെല്ലാം വിഷമത്തിൽ കൂടിയാണ് കടന്നുപോയത്. ആ ടീനേജ് കഴിഞ്ഞിട്ടുള്ള യൂത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുത്തത് എങ്ങനെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞെന്നാൽ ഓരോരുത്തർക്കും പറയാൻ 100 കഥകൾ കാണും. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം TV-യിൽ വന്ന ഒരു വാർത്ത ഈ ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും, ഒരു അച്ഛൻ തന്റെ മകളെ ഒരു തോർത്തുമുണ്ടുകൊണ്ട് കഴുത്ത് വരിഞ്ഞു മുറുക്കി കൊന്നു. എല്ലാവരും ഒരു അറിഞ്ഞ കാര്യമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വാട്ട് എവർ മേ ബി, എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാൻ അവകാശമില്ല. നമ്മളുടെ തന്നെയാണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും ജീവൻ എടുക്കാൻ അവകാശമില്ല. കാരണം നമ്മൾക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ജീവൻ എടുക്കാനും ഒരു അധികാരവുമില്ല, അവകാശവുമില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 വയസ്സുള്ള മകള് ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ജോലിയുള്ള മകളാണ്. പക്ഷെങ്കിൽ ഈ മകള് വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. എന്നിട്ട് രാത്രി 11 ആകുമ്പോഴത്തേനാണ് തിരിച്ചു വരുന്നത്. അത് അപ്പനും അമ്മയ്ക്കും അങ്ങോട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അച്ഛനും അമ്മയും മര്യാദയ്ക്കും ദേഷ്യത്തിലും ഒക്കെ പറഞ്ഞുണ്ട്, ഇത് ശരിയല്ല, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മകൾ അത് കൂട്ടാക്കിയില്ല. അത് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഈ അച്ഛന് ഏറെ വേദന ഉണ്ടാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൽവക്കംകാരെല്ലാരും കുറ്റപ്പെടുത്താൻ തുടങ്ങി, അല്ലെങ്കിൽ അപവാദം പറയാൻ തുടങ്ങി ഈ മകളെ കുറിച്ച്. അതൊക്കെ ഈ അച്ഛനങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ല. ശരിയാണ്, ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലേ, ഈ ടൈം പീരീഡിലുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടെന്നാൽ ശരിക്കും പേരൻസ് ഉണ്ടാകുന്ന അരിശവും ദേഷ്യവും എന്തുമാത്രമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ആ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അയൽവക്കംകാരുടേതും ബന്ധുക്കളുടെയും ഒക്കെ പരിഹാസവും ഈ കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന അപകീർത്തിയും അപമാനവും എല്ലാം ഓർത്തിട്ട് ഒരു ദുർബല നിമിഷത്തിൽ ഈ അച്ഛൻ ചെയ്തു പോയതാണ്. എനിക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ സെയിം ആയിട്ടുള്ള എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ ഇതിന് സമാനമായ എക്സ്പീരിയൻസിലോ ഒക്കെ കൂടെ, എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുകയില്ലാതെ ഉള്ള സിറ്റുവേഷനിൽ കൂടി പോകുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. കാരണം എന്നെ എത്രയോ പേര് ഫോൺ വിളിച്ചാണെങ്കിലും പറഞ്ഞിരിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മദ്യവും ലഹരിയും അങ്ങനെയെല്ലാമാണ്. ചില ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് തോന്നുന്ന സമയത്ത്, പകലെന്നോ രാത്രിയെന്നോ ഒന്നും ഇല്ലാതെ തോന്നുന്ന സമയത്ത് കൂട്ടുകാരുമൊത്ത് മദ്യവും ലഹരിയും ഒക്കെ കഴിച്ച് അർമാദിച്ച് നടക്കുകയാണ്. എന്തു ചെയ്യാൻ പറ്റും? ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഏത് സമയത്ത്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും ബൈക്കും ഒക്കെ എടുത്ത്, അതോ ബൈക്കിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ, കാരണം ഈ യങ് ഏജിൽ ഉണ്ടല്ലോ ഒരു ഹീറോയിസം ആണ് കാണിക്കുന്നത്. അതൊക്കെ വലിയ പ്രൗഡായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെല്ലാം പോകുമ്പോൾ പാവപ്പെട്ട അപ്പനും അമ്മയും വീട്ടിലിരുന്നു കൊണ്ട് എന്തുമാത്രം ആദിയും വ്യഥയും അനുഭവിക്കുന്നുണ്ടെന്നൊന്ന് ഊഹിക്കാമോ? എന്നോട് എത്ര പേരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അവര് അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ വ്യാപ്തി മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഈ അച്ഛനെ പോലെ ചെയ്യാനൊക്കെ ആർക്കെങ്കിലും തോന്നിയെന്നിരിക്കാം. പക്ഷെങ്കിൽ എല്ലാവരും ഓർക്കണം, ആ അച്ഛൻ ചെയ്തത് ഒരിക്കലും ശരിയായില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ, ആ അച്ഛൻ എന്ത് ചെയ്യണമായിരുന്നു? ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ ആ അച്ഛൻ എന്ത് ചെയ്യണമായിരുന്നു എന്ന്. കറക്റ്റ്. അപ്പൊ നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കാരണം ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് തന്നെ എത്രയോ പേരൻസ് കരഞ്ഞു നിരോളിച്ച് പറയുന്നുണ്ടെന്ന് അറിയാമോ? അവർക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അപ്പനും അമ്മയും എന്തെങ്കിലും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെയല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ അവർക്ക് കിട്ടുന്ന മറുപടികളൊക്കെ ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻസിഡന്റിനെ ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ അച്ഛൻ അയൽവക്കംകാർ അധിക്ഷേപിക്കുന്നതിലും മകളുടെ രാത്രി സഞ്ചാരം കൊണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും ഏൽക്കുന്ന അപമാനവും മനുഷ്യരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു നാണക്കേടും ഒക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് അദ്ദേഹം ആ മകളോട് ആ ക്രൂരത കാണിച്ചത്. പക്ഷെങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ലോകത്തിന്റെ മുഴുവൻ മുന്നിലും ഈ അച്ഛൻ ഒരു കൊലയാളിയായില്ലേ?
അതോ സ്വന്തം മകളുടെ ഘാതകൻ? ഇനിയുള്ള ശിഷ്ടകാലം മുഴുവനും ജയിലിൽ ജീവിക്കണ്ടേ? ഇനി ആ അച്ഛന് മരിക്കുന്നത് വരെ ഒരു മനപ്രയാസത്തിൽ നിന്നും പശ്ചാത്താപത്തിൽ നിന്നും മുക്തിയില്ല, ഇല്ലേ? നാട്ടുകാരുടെയും ലോകത്തിന്റെയും മുമ്പിൽ തന്നെ അനുഭവിച്ച നാണക്കേട് ആരോട് പറയാനാണ്? നേരെ മറിച്ച് ആ മകളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടിരുന്നെങ്കിലോ ഈ അയൽവക്കംകാരും അല്ലെ നാട്ടുകാരും ഒക്കെ കുറെ പറഞ്ഞു വെച്ചങ്ങ് നിർത്തിയാനേ, അല്ലേ? അപ്പൊ ഇന്ന് ആ അച്ഛന്റെ അഭിമാനം എവിടെ പോയി? അതാണ് നമ്മുടെ ഇമോഷണൽ പീക്കിൽ നമ്മൾ ഇച്ചിരി സംയമനം പാലിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്നാണെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ആ മകളുടെ ഇഷ്ടത്തിന് ശരിക്കും ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു. അത് കണിശമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ അവർ ഒരു നല്ലൊരു അച്ഛനോ അമ്മയോ അല്ല. അതുകൊണ്ട് അതെല്ലാം ചെയ്യണമായിരുന്നു. മകൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ മകൾ ചെയ്തതൊന്നും അംഗീകരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെങ്കിൽ ആ മകൾക്കൊരു ജോലിയുണ്ട്, 28 വയസ്സായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഒരു അതിർവരമ്പ് അവിടെ വെക്കണമായിരുന്നു. ഈ കാര്യങ്ങൾ ഇവിടെ നടക്കത്തില്ല. നിനക്ക് ഈ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിലെ ഈ ചുറ്റലൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് ജീവിക്കണം. ഞങ്ങളിവിടെ മാന്യമായിട്ട് ജീവിക്കുന്നതാണ്, അതിന് നീ അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് പറയണമായിരുന്നു. എന്നാലും ഈ മകള് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം. പിന്നെ പേരൻസ് ആണേ, അവര് രാത്രി ഏത് പാതിരായ്ക്കാണേലും ഇഷ്ടമില്ലാത്ത മകളാണെങ്കിലും വന്ന് വാതിലിൽ മുട്ടുമ്പോൾ അവര് വാതിൽ തുറന്നെന്നിരിക്കും. തുറക്കരുതായിരുന്നു ആ വാതിൽ. ശരി, നീ വരണ്ട, നീ എവിടെയാന്നാ പോയി താമസിച്ചു. ജോലിയുള്ള കുട്ടിയല്ലേ, വിമൻസ് ഹോസ്റ്റലിൽ പോയി താമസിക്കാമായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലേ. പിണങ്ങുന്നല്ല ഉള്ളോ. പിന്നെ അയൽവക്കംകാരൊക്കെ ഇദ്ദേഹത്തോട് വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, അയ്യോ എന്നാലും മകൾ അങ്ങനെ കാണിച്ചില്ലേ, ഇങ്ങനെ കാണിച്ചില്ലേ, അതെന്താ അങ്ങനെ കാണിച്ചേ? നിങ്ങളെ പോയി മകളോട് തന്നെ പോയി ചോദിക്കേ. അവൾക്ക് പ്രായപൂർത്തിയായതാണ്. അവൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ, ഞങ്ങൾക്കല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി. കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ അച്ചടക്കത്തോടു കൂടി വളർത്തി വലുതാക്കി, ഇനിയിപ്പം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെന്ന്. 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾക്കൊരു ആധിപത്യമില്ല. അമേരിക്കയിൽ പ്രത്യേകിച്ചതാണ്. എൻ്റെ മോൻ 12th ഗ്രേഡിലായിരുന്നപ്പോൾ അവൻ്റെ ഏതാണ്ട് ഹെൽത്ത് റെക്കോർഡിനോ ഏതാണ്ട് ഞാൻ സ്കൂളിൽ പോകേണ്ടി വന്നു. 12th പരീക്ഷ കഴിയാൻ പോകുന്നു. അപ്പോൾ ഏതാണ്ട് ഹെൽത്ത് റെക്കോർഡ്സ് ഏതാണ്ട് അപ്ഡേറ്റ് ചെയ്തില്ലെന്നോ ഏതാണ്ട് പറഞ്ഞതിന് ഞാൻ സ്കൂളിൽ വരെ പോയിട്ട് പറഞ്ഞു, അവൻ്റെ ഹെൽത്ത് റെക്കോർഡ്സ് എന്നെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പം തന്നെ അവരുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, അയ്യോ പറയാൻ പറ്റത്തില്ല, അവന് 18 വയസ്സായതല്ലേ, ആ റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ മോന് 18 വയസ്സായിട്ടില്ല, ഇത് മെയിലാണ്, അപ്പം അവന് വയസ്സാണെങ്കിൽ സെപ്റ്റംബർ ആകുമ്പോഴേ 18 വയസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണോ, എന്നാ തേണ്ട റിപ്പോർട്ട് തന്നു. കാരണം 18 വയസ്സ് വരെയാണ് പേരൻസിന് ആ കുട്ടികളുടെ മേൽ അധികാരമുള്ളതും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ആ പ്രായപരിധിയിൽ അവർ കാണിക്കുന്ന എല്ലാ കൊള്ളരുതാഴികയ്ക്കും പേരൻസ് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയുന്ന പോലെ 18 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ ഇപ്പം നമ്മളെല്ലാവരും വളർത്തുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. ആരും പേരൻസിനെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് പിയർ പ്രഷർ കൂടിക്കഴിയുമ്പോൾ അവരാരുടെ കൂടെയൊക്കെയാണ് കൂട്ടുകൂടുന്നതിനെ അനുസരിച്ചിരിക്കും. നമ്മൾക്ക് ഇവരെ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നതെന്നും അവരുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആരാണെന്നൊന്നും നമുക്ക് മിക്കവാറും അറിയാൻ സാധിക്കത്തില്ല. അവർ പറയുന്നതല്ലേ നമുക്കറിയാവുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് മറ്റുള്ളവരോടും പറയാനുള്ള കാര്യം. ഇതുപോലെ മക്കളെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞതാണ്, വിദ്യാഭ്യാസം വരെ നിങ്ങൾ കൊടുത്തു, 12th വരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവരെ മുന്നോട്ട് പഠിക്കാനായിട്ടുള്ള കാശ് കൊടുക്കുക, അല്ലെങ്കിൽ തന്നെത്താനെ പോയി ജീവിക്കാനായിട്ട് പറയണം. നമ്മൾ ബി സ്റ്റേൺ, അതർവൈസ് നമ്മൾ അവരുടെ ഭാവി നശിപ്പിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയാണ് നമ്മൾ വെറുതെ അവർക്ക് കാശ് കൊടുത്തുകൊണ്ടിരുന്നാൽ. മനസ്സിലായോ? അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കത്തില്ല. അപ്പോൾ അതിനെ ഓർത്ത് അയ്യോ എൻ്റെ കുഞ്ഞെന്നെ എടുക്കുവോ, അല്ലേ എന്നെ നോക്കാൻ ആരുമില്ലേ എന്നൊന്നുള്ള വേവലാതി ഒന്നും വേണ്ട. അങ്ങനെ ഓർത്ത് കഷ്ടപ്പെടുകയേ വേണ്ട. ബി സ്ട്രോങ്. ഒരു അതിർവരമ്പ് കണിശമായിട്ടും ഇടണം. അതുപോലെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് അവർക്ക് ജോലിയൊക്കെ ആയി കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിലോട്ട് ഒന്നിനും ഇടപെടരുത്. അവരെ കാണുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെയുള്ളതല്ലാതെ അവർക്ക് വലിയ ഉപദേശം കൊടുക്കാനായിട്ടോ ഒന്നും പോകരുത്. അതെല്ലാം നമ്മളെ ബാക്ക് ഫയർ ചെയ്യും. കാരണം നമ്മൾ ഉപദേശങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവരുടെ വായിൽ നിന്ന് തിരിച്ചു വരുന്ന ആൻസറുകളൊക്കെ എന്താണെന്ന് ചിലപ്പോൾ തല ചെകിടിക്കുന്നത് പോലെയുള്ള ആൻസേഴ്സ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. എല്ലാവരും ഞാൻ നിന്നെ അങ്ങനെയല്ലേ വളർത്തിയത്, എൻ്റെ പൊന്നുമോനെ നിന്നെ ഞാൻ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത്, അച്ഛനില്ലായിരുന്നു, അപ്പോൾ അമ്മ തന്നെയാണ് 2 ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി, ഞാൻ ഉണ്ണാതെ ഉടുക്കാതെ വളർത്തി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പേരൻസ്
റിയലാണ്, സത്യമാണ്. അങ്ങനെ കണക്ക് പുസ്തകം നിവർത്തുമ്പോൾ അവർ ചോദിക്കും, പലരും പറഞ്ഞായിരുന്നോ അങ്ങനെ വളർത്തണമെന്ന്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, മക്കൾ ഉണ്ടായിട്ടില്ലേ വളർത്തേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം, മറു ചോദ്യം മക്കളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? താങ്ങാവുന്നതിലും കൂടുതലാണ് ഇല്ലേ? അപ്പോഴത്തെ നിങ്ങൾ വടി കൊടുത്ത് അടി വാങ്ങരുത്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾക്കേ അറിയാവുള്ളൂ. എങ്ങനെ നിങ്ങളോട് പെരുമാറുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ആൻസേഴ്സും അതുപോലെയുള്ള ഉപദേശങ്ങളും മാത്രമേ അവർക്ക് കൊടുക്കാവുള്ളൂ. കാരണം നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും അവരുടെ സ്വഭാവം നമുക്ക് തിരുത്താൻ സാധിക്കത്തില്ല. നിങ്ങൾ മക്കളെ നല്ല രീതിയിലല്ല വളർത്തിയെന്നൊന്നും ഓർത്ത് ഒരു ഗിൽറ്റി ഫീലിങ്സും വേണ്ട. ഓരോ പേരൻസിനും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സാമ്പത്തികവും എല്ലാം കൂട്ടി അവരുടെ കഴിവിൻ്റെ മാക്സിമം ഉപയോഗിച്ചാണ് അവർ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ പഴിച്ചു പോയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ വിധി. അപ്പോൾ വടി കൊടുത്ത് നിങ്ങൾ അടി വാങ്ങരുത് കേട്ടോ. മക്കളെ ഓർത്ത് അനാവശ്യമായിട്ട് ഒരുപാട് വ്യഥ അനുഭവിക്കരുത്. അവരെ അവരുടെ വഴിക്ക് വിടുക. ഒരു കാലത്ത് നമ്മൾ ബൈബിളിൽ ഒരു കഥയുണ്ട്, മുടിയനായ പുത്രന്റെ കഥയുണ്ട്. അതുപോലെ അവര് തിരിച്ചു വരും. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് കുറച്ചൊക്കെ കൂടെ ബുദ്ധി ഉദിക്കും. ആ പീരീഡിൽ നമ്മൾ അധികം അവരെ ടോർച്ചർ ചെയ്യാതെ ഇരുന്നാൽ അവർ തിരിച്ചു വരും. എനിക്കറിയാം ഇത് പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ അഭിപ്രായത്തോടും നമ്മുടെ ഉപദേശങ്ങളോടും ഒന്നും വില കൊടുക്കാത്തവരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് വേണം. എനിവേ ഈ സമയവും ഈ ബാഡ് ടൈമും കടന്നു പോകുമെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. മക്കളോട് ഇടപെടുമ്പോൾ വളരെ വിവേകത്തോടു കൂടി തന്നെ ഇടപെടുക. ബൈ.